ഇന്ന് പറയാൻ പോകുന്നത് ഒരു 7500 രൂപയിൽ നിർമ്മിക്കാവുന്ന കംപ്ലീറ്റ്ലി ഡോക്യുമെൻറ്റഡ് ആയ, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ക്രോസ് ഓവർ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ബിൽഡിൻ്റെ ബോക്സിൻ്റെ സൈസ്, അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പീക്കറിനെ പറ്റിയാണ്. ഇത് പോൾ കാർമോഡി എന്ന ഒരു സ്പീക്കർ ഡിസൈനർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് അദ്ദേഹം ഫ്രീ ടു യൂസാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പേഴ്സണൽ യൂസിനാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ കമേഴ്ഷ്യൽ യൂസിന് പറ്റില്ല. കമേഴ്ഷ്യൽ യൂസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദം നിങ്ങൾ വാങ്ങണം. പേഴ്സണൽ യൂസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ഏകദേശം നമുക്കൊരു 7500 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്പീക്കറാണ് പോൾ കാർമോഡിയുടെ ഓവർനൈറ്റ് സെൻസേഷൻ. എന്തുകൊണ്ട് ഇതുപോലത്തെ സ്പീക്കർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്പീക്കർ, അതിന് യാതൊരു TS പാരാമീറ്റേഴ്സ് ഉണ്ടാവില്ല, ഒന്നും ഡിസൈനോ ഒന്നും ഉണ്ടാവില്ല. അതിന് പറ്റിയ നമ്മളൊരു ലോക്കൽ ക്രോസ് ഓവർ ഇട്ടാലൊന്നും പെർഫോമൻസ് കിട്ടില്ല. കറക്റ്റ് പെർഫോമൻസ് കിട്ടണമെങ്കിൽ ഓരോ സ്പീക്കറിനും അതിൻ്റേതായിട്ടുള്ള TS പാരാമീറ്റേഴ്സ് വെച്ച് ബോക്സ് ഉണ്ടാക്കി അത് മെഷർ ചെയ്ത് അതിൽ നിന്ന് സിമുലേഷൻ നടത്തിയിട്ടാണ് സിമുലേറ്റ് ചെയ്തിട്ടാണ് ക്രോസ് ഓവർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കമ്പോണൻസ് ഒക്കെ സിമുലേറ്റ് ചെയ്ത് ഏതൊക്കെ കപ്പാസിറ്റർ ഇടണം, ഏതൊക്കെ കോയിൽ ഇടണം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്രോസ് ഓവർ ഉണ്ടാക്കുന്നത്. അങ്ങനെ കിട്ടിയാലാണ് കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം ഉള്ളൊരു സ്പീക്കറാണ്. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ക്രോസ് ഓവർ ഉണ്ട്, ബോക്സിൻ്റെ പ്ലാൻസ് ഉണ്ട്, അതായത് ബോക്സ് എത്ര സൈസിലുള്ളത് വേണം എന്നൊക്കെയുള്ള പ്ലാനുകളുണ്ട്. പിന്നെ ഇത് ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പീക്കറാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത ഓവർനൈറ്റ് സെൻസേഷൻ പോൾ കാർമോഡി ബിൽഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലിങ്ക്സ് കിട്ടും. ഇത് ഉണ്ടാക്കിയിട്ടുള്ള പാർട്സ് എക്സ്പ്രസിൻ്റെയും ടെക് ടോക്സിൻ്റെ ഒരു സെക്ഷനിലൊക്കെ നോക്കിയാൽ ഇത് ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ബിൽഡിൻ്റെ പിക്ചേഴ്സും എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന 7500 രൂപ നിങ്ങൾ മുടക്കുന്നെങ്കിൽ, ഒരു സ്പീക്കർ ഉണ്ടാക്കാൻ മുടക്കുന്നെങ്കിൽ, ഞാൻ പറയുക ഈ ഒരു സ്പീക്കർ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ലോക്കലായിട്ട് സ്പീക്കേഴ്സും ട്വീറ്റേഴ്സും ഒക്കെ വാങ്ങി നമുക്ക് അറിയാതെ നമ്മൾ തോന്നിയ ഒരു ക്രോസ് ഓവർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പോലും പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്പീക്കർ നമുക്ക് ആൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവേഴ്സും കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഹൈവി കമ്പനിയുടെ ഡ്രൈവേഴ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഹൈവിയുടെ B4N എന്ന മിഡ് വൂഫേഴ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ട്വീറ്റേഴ്സ് 2 ടൈപ്പ് ട്വീറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒന്ന് ഡേറ്റോൻ്റെ ആണ്, പിന്നെ ഒന്ന് ഹൈവിയുടെ ട്വീറ്റർ. അതിന് രണ്ടിനും സെപ്പറേറ്റ് ക്രോസ് ഓവർ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്പീക്കർ ഡിസൈനിൽ ഒന്നും മാറ്റാൻ പാടില്ല. അവരെന്താണ് പറയുന്നത് അതേപോലെ യൂസ് ചെയ്യണം. അതിൻ്റെ ബോക്സ് സൈസോ അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ പൊസിഷനോ അങ്ങനെ ഒന്നും മാറ്റാൻ പാടില്ല. എല്ലാം സെയിം തന്നെ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ സെയിം പെർഫോമൻസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് 2 വേർഷൻസ് ഉണ്ട്, ഹൈവി ട്വീറ്റർ ഉള്ളതും ഡേറ്റോൺ ട്വീറ്റർ ഉള്ളതും. രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് പോൾ കാർമോഡിയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് പോകാം. പിന്നെ ഇതിൻ്റെ പാർട്സ് നിങ്ങൾക്ക് വാങ്ങാവുന്നത് DIY ഓഡിയോ കാർട്ടിലാണ് ഇതിൻ്റെ പാർട്സുകൾ കിട്ടുക. നമുക്കെല്ലാം ഇന്ത്യയിൽ കിട്ടുന്ന പാർട്സാണ്. അവർ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും പാർട്സ് എല്ലാം. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന എല്ലാം അവരുടെ ക്രോസ് ഓവറിൽ നോക്കിയിട്ട് നിങ്ങൾ ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന് 2 കോയിൽസും 3 കപ്പാസിറ്റേഴ്സും വരും, പിന്നെ 2-3 റെസിസ്റ്റേഴ്സും വരും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഏകദേശം ഒരു 6500 രൂപ നമുക്ക് വരിക. പിന്നെ നമുക്ക് അതിൻ്റെ ബോക്സ് നിങ്ങൾക്ക് ഒരു 500 രൂപ മുതൽ മുകളിലേക്ക് ഉണ്ടാക്കാം. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ബോക്സ് ഉണ്ടാക്കാം. വളരെ ചെറിയ ഒരു ഇതാണ്, 4 ഇഞ്ചിൻ്റെ സ്പീക്കറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ഏരിയയിലിരിക്കുന്ന നിങ്ങൾക്ക് നന്നായിട്ട് എന്താ പറയുക സംഗീതം ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു സ്പീക്കറാണ്. അപ്പോൾ 7500 രൂപയ്ക്ക് നിങ്ങളൊരു സ്പീക്കർ ഉണ്ടാക്കാം. അതിനാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അത്ര ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല പെർഫോമൻസ് ആയിരിക്കും. ബിക്കോസ് ടോട്ടലി മാച്ച്ഡ് ആയിട്ടുള്ള ക്രോസ് ഓവേഴ്സാണ് ഇതിന് ലഭിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ TS പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും അതിൻ്റെ ഇതൊന്നും അറിയാണ്ട് നമ്മൾ കണ്ട സ്പീക്കേഴ്സ് വെച്ച് ഉണ്ടാക്കുന്നതിലും എപ്പോഴും നല്ലതായിരിക്കും നമുക്ക് ഡിസൈൻസ്. ഇതുപോലത്തെ വേറെയും കുറേ ഡിസൈൻസ് ഉണ്ട്. ആ ഡിസൈൻസിനെ പറ്റിയൊക്കെ ഞാൻ ഈ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. നമ്മുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.